Hello friends. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IIM നടത്തുന്ന CAT എക്സാമിനെ കുറിച്ചാണ്. ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു CAT എക്സാമിൻ്റെ. ഓഗസ്റ്റ് 3-ാം തീയതി എക്സാമിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നവംബർ 27-നാണ് എക്സാം നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ആർക്കൊക്കെയാണ് IIMലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ CAT എക്സാം എഴുതാൻ സാധിക്കുന്നത്, അതുപോലെ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം, വേറെ എന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടോ, എങ്ങനെയാണ് എക്സാം പാറ്റേൺ, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് IIMൻ്റെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ടോട്ടൽ 20ഓളം IIM ആണ് സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്നത്. ഇതല്ലാതെ നോൺ IIM ആയിട്ടുള്ള കോളേജുകളിൽ, ബിസിനസ് സ്കൂളുകളിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഈ CAT എക്സാം പരിഗണിക്കാറുണ്ട്. ഓക്കെ, അപ്പം CAT എക്സാമിന് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾക്കറിയാം IIM ബാംഗ്ലൂർ, IIM കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് IIM ഇതിനകത്തുണ്ട്. ഇതിനകത്ത് മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു ലോഗോസൊക്കെ ഓരോ IIMൻ്റെ ലോഗോസാണ്. അപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ടെക്നിക്കൽ ആയിട്ട് പഠിക്കുമ്പോൾ IIT പോലെ തന്നെയുള്ള മാനേജ്മെൻറ്റ് സ്റ്റഡീസിനുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഏറ്റവും പൈനിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് IIMs. ഓക്കെ, അപ്പം ഇതിനകത്ത് നടത്തുന്ന എക്സാം എന്ന് പറഞ്ഞാൽ കോമൺ അഡ്മിഷൻ ടെസ്റ്റാണ് CAT 2022 നടത്തുന്നത്. അപ്പം ഇന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കണ്ടക്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെയാണ് ഓൺ നവംബർ 27, 2023. ഓക്കെ, വിത്ത് 3 സെക്ഷൻസ്, 3 സെക്ഷനായിട്ടാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നോക്കേണ്ട കാര്യം, ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ. രജിസ്ട്രേഷൻ ഓപ്പൺസ് അറ്റ് ഓഗസ്റ്റ് 3, അതായത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ് 10 AM രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ സെപ്റ്റംബർ 14-ന് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. ഇനി അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത്, അതായത് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് ഒക്ടോബർ 27 മുതൽ നവംബർ 27 വരെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒരു മാസ കാലയളവിനുള്ളിൽ ഡൗൺലോഡ് ചെയ്യാം. എക്സാം ഡേറ്റ് ആണെന്ന് നവംബർ 27-നാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് 2nd week of January. ഏകദേശം ഒരു റേഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തുള്ള അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 1 വീക്കിനുള്ളിലൊക്കെ എക്സാം വരും. അതാണ് അവിടെ ടെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ടെസ്റ്റ് സെൻറ്റേഴ്സ് ഏകദേശം 150ഓളം ടെസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അതിനകത്തൊരു 6 ഓപ്ഷൻ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് സെൻറ്ററിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രയോറിറ്റിക്ക് അനുസരിച്ച് ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇതിനകത്ത് ജസ്റ്റ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം ആ നോട്ടിഫിക്കേഷനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ്, CATൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.iimcat.ac.in. ഓക്കെ, CATൻ്റെ ഫുൾ ഫോം കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് പോകാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, candidates must hold a bachelor degree at least 50% മാർക്ക് നോർമൽ കാൻഡിഡേറ്റ്സിന്. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിൽ വരുന്ന 50% മാർക്കിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കുന്ന ആളാണ്. ഇത് ഈവൻ BTech, BSc, ഏത് ബാച്ചിലർ ഡിഗ്രി ആയിക്കോട്ടെ, BBA, BCom, ഏത് ബാച്ചിലർ ഡിഗ്രി ആയിക്കോട്ടെ, ഈ ബാച്ചിലർ ഡിഗ്രി 50% മാർക്കിൽ നിങ്ങൾ പാസ്സായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പം എന്തെങ്കിലും SC ST കാറ്റഗറി ഒക്കെ ആണെങ്കിൽ 45% മാർക്ക് മതി. അപ്പോൾ അതുപോലെ തന്നെ ഫൈനൽ ഇയർ BTechോ അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഏതാണെങ്കിലും ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് അപ്ലൈ ഫോർ CAT ഷുഡ് ബി ഫുൾഫിൽ വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. കംപ്ലീറ്റഡ് ബാച്ചിലർ ഡിഗ്രി വിത്ത് ദ റിക്വയർഡ് പെർസെൻറ്റേജ് ഓഫ് റാങ്ക്. അപ്പോൾ പറയാം 50% മാർക്കിൽ ബാച്ചിലർ ഡിഗ്രി പാസ്സായിരിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് പ്രൊഫഷണൽ ഡിഗ്രീസ് ആയ CA, CS, ICW, ഫെലോഷിപ്പ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ, FIA-ൻ്റെ കീഴിലുള്ള ഫെലോഷിപ്പും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സും കംപ്ലീറ്റ് ആയ ആൾക്കാർക്കും വിത്ത് റിക്വയർഡ് പെർസെൻറ്റേജ് ക്വാളിഫൈഡ് ആയ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ തന്നെ ഷുഡ് ബി ഇൻ എ ഫൈനൽ ഇയർ ബാച്ചിലർ ഡിഗ്രി വിത്ത് റിക്വയർഡ് പെർസെൻറ്റേജ്. അതുപോലെ തന്നെ ഫൈനൽ ആയുള്ള ആളുകൾക്ക് നമുക്ക് നേരത്തെ പറഞ്ഞതാണ് ഫൈനൽ ഇയേഴ്സിന് അപ്ലൈ ചെയ്യാം. ബാച്ചിലർ ഡിഗ്രി, BCom, BSc, BTech ഏതാണെങ്കിലും ഫൈനൽ ഇയർ ആയിട്ടുള്ള 50% മുകളിൽ മാർക്കുള്ള ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ SC ST ആണെങ്കിൽ 45% മാർക്ക് ഉണ്ട്. അതാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പിന്നെ ബാക്കി വരുന്നത് നമുക്കിപ്പം ജനറൽ ആയിട്ട് ഏതൊരു എക്സാമിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് പെർസെൻറ്റേജിലാണ് മാർക്ക് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കണം, നമ്മുടെ CGPA കാര്യങ്ങളൊക്കെ പെർസെൻറ്റേജ് അതാത് യൂണിവേഴ്സിറ്റിയിൽ ഏത് വിധത്തിലാണോ CGPA പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്തത് അതിനനുസരിച്ച് CGPA പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്ത് ആ മാർക്ക് 100-ൽ നമ്മൾ എൻ്റർ ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓരോ സ്റ്റേജ് ആപ്ലിക്കേഷൻ ഷുഡ് നോട്ട് ലെറ്റ് മിയർ ഫുൾഫിൽമെന്റ് ഓഫ് മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ വിൽ ബി എൻഷുർ. അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായാലും എൻഷുർ ചെയ്തിട്ടാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഓക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ റിസർവേഷൻ കാര്യങ്ങൾ വരുവാണെങ്കിൽ അതിനകത്ത് 50% റിസർവേഷൻ ഫോർ SC വരുന്നുണ്ട്, 7.5% ST വരുന്നുണ്ട്, 27% നോൺ ക്രിമി ലെയർ OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി വരുന്നുണ്ട്. അപ്പോൾ തന്നെ 10% ഫോർ EWS. അപ്പോൾ നോർമലി ഗവൺമെൻറ് എക്സാമിന് ഉണ്ടാകുന്ന പോലെ എല്ലാ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്, റിസർവേഷനും കാര്യങ്ങളൊക്കെ.
അതല്ലാതെ PWC, അതായത് എന്തെങ്കിലും എന്താ പറയുക ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആളുകൾക്കൊക്കെ, അങ്ങനെയുള്ള ആളുകൾക്കും ഒരു 5% നമുക്ക് ഒരു റിസർവേഷൻ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ബാക്കി കുറേ കാര്യങ്ങൾ എനിക്ക് ആവശ്യമില്ല, നോക്കി ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ കോപ്പിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതായത് ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്ന വേറെ ഒരു കാര്യം, ഒരു മീഡിയ റിലീസായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നത് നോട്ടിഫിക്കേഷൻ വന്നത് ജൂലൈ 31-നാണ് എക്സാം നടത്താൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ രജിസ്ട്രേഷൻ ഓപ്പൺ ആവുന്നത് ഓഗസ്റ്റ് 3-ാണ് 10 മണി മുതൽ. അതുപോലെ തന്നെ സെപ്റ്റംബർ 14-ാം 5 മണിക്ക് അത് അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, അതുപോലെ അതൊക്കെ അതായത് എൻ്റെ ഡേറ്റിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവസാന ഘട്ടത്തിൽ ഭയങ്കരമായിട്ടുള്ള റഷ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് വരും. അതുപോലെ തന്നെ 150 സിറ്റീസാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ 6 ഓപ്ഷൻസ്, അതായത് ഇതിലൊരു 6 സിറ്റി നിങ്ങൾക്ക് ഓപ്ഷൻ അനുസരിച്ച്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ളത് ഇപ്പോൾ കോഴിക്കോട് IIM ആണെങ്കിൽ കോഴിക്കോട് IIM സെൻറ്ററായിട്ട് കൊടുക്കാം. IIM മാത്രമല്ല, വളരെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ സെൻറ്റേഴ്സ് ഉണ്ടാകും. കാരണം 20 IIM ആണ് മെയിനായിട്ട് എക്സാം നടത്തുന്നത്. അതിനകത്ത് 150 ഓഫ് സെൻറ്റേഴ്സ് വരുന്നുണ്ട്, എക്സാം സിറ്റീസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഒഫീഷ്യൽ സൈറ്റിൽ ഇനിയിപ്പോൾ ഓഗസ്റ്റ് 3-ാം ശേഷം റിലീസ് ചെയ്യും എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പം CAT Center will be try to ensure that the candidates prefer option. In case of high demand of particular region, candidate reserve the allotted process to the nearest preferred option. അതെ, ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ ഏതാണോ അതിലേക്ക് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കും. അത് ഇൻ കേസ് അതിൽ എക്സീഡ് ആയി പോവുകയാണെങ്കിൽ തൊട്ടടുത്ത ഓപ്ഷൻ കൊടുക്കും. അതിന് വേണ്ടിയാണ് നിങ്ങളോട് 6 ഓപ്ഷൻ കൊടുക്കാൻ പറയുന്നത്. എക്സാം വിൽ ബി കണ്ടക്ട് ഓൺ 27 നവംബറിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ 3 സെക്ഷൻ ആയിട്ട് വരുന്നത്. ആ 3 സെക്ഷൻ ഏതൊക്കെയാണെന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ് വരുന്നത്. ഈച്ച് സെക്ഷൻ ഹാവ് 40 മിനിറ്റ്സ്, അതായത് 40 മിനിറ്റ്സിലെ 3 സെക്ഷൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് സെക്ഷൻ വെർബൽ അബിലിറ്റി ആൻഡ് റീസണിംഗ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതായത് ഇംഗ്ലീഷ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്കിപ്പം ബാങ്ക് എക്സാം എഴുതുന്ന ആൾക്കാരും അല്ലെങ്കിൽ PSC എക്സാം SSC CGHL ഒക്കെ എഴുതുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ വെർബൽ അബിലിറ്റി, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം അതൊരു 40 മാർക്ക് ഉണ്ടാവും. 40 മിനിറ്റ് ഉണ്ടാവും. ഈ 40 മിനിറ്റ് പെർസെൻറ്റേജിലാണ് മാർക്കും കാര്യങ്ങളൊക്കെ. ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ സൈറ്റിൽ ഓഗസ്റ്റ് 3-ാം ശേഷം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ വെർബൽ അബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. അതൊരു 40 മിനിറ്റ് ഉണ്ടാവും. ഈ 40 മിനിറ്റ് ആ കംപ്ലീറ്റ്ലി ചെയ്യാൻ ഉപയോഗിക്കണം. അതായത് അതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസൺ എന്ന സെക്ഷനിലേക്ക് എടുക്കാൻ പറ്റും. അതായത് ഇന്റർചേഞ്ച് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഓരോ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേറെ സെക്ഷനിലേക്ക് പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ ടോട്ടൽ 3 സെക്ഷനാണ്. അതിനകത്ത് വെർബൽ അബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ വരുന്നത്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്, അതായത് നമ്മളിപ്പോൾ കോമൺലി പറയുന്ന പോലെ റീസണിങ് എബിലിറ്റി. ഓക്കെ, അടുത്ത 3-ാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, അതായത് നമുക്കിപ്പോൾ പെർസെൻറ്റേജ്, ടൈം ആൻഡ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞ കുറേ കാൽക്കുലേഷൻസ് വരില്ല. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിനകത്ത് വരുന്നത്. ഓക്കെ, ഇനിയിപ്പം candidate will exactly 40 minutes for answering the questions each session and will not be allowed to switch one session to another while answering ക്വസ്റ്റ്യൻ ഇൻ എ സെഷൻ. അതായത് ഒരു ക്വസ്റ്റ്യൻ്റെ സെഷൻ ആൻസർ ചെയ്യുന്ന സമയത്ത് വേറൊരു സെഷനകത്തേക്ക് പോകാൻ അനുവദിക്കില്ല. 40 മിനിറ്റ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യനിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ട്യൂട്ടോറിയൽസ് അണ്ടർസ്റ്റാൻഡ്, അതായത് ഇതിൻ്റെ എല്ലാ ട്യൂട്ടോറിയലും എങ്ങനെയാണ് എക്സാം വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോവിഡിൻ്റെ കാര്യങ്ങൾ, കുറച്ച് നോമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നോട്ടിഫിക്കേഷനിൽ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങളിപ്പം ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞ ഒരാൾ, BTech കഴിഞ്ഞ ഒരാൾ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സാമിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി എൻട്രിയിൽ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എൻട്രീൻ്റെ CAT കോഴ്സ്. എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത്, അതായത് 3 സെക്ഷനിലെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്ത് ടൈം ബൗണ്ടഡ് ആയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ഈ ഒരു ചുരുങ്ങിയ കാലയളവ്, ഓഗസ്റ്റ് 3-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാം നടത്തുന്നത് നവംബർ 27-നാണ്. ഈ ചുരുങ്ങിയ കാലയളവിൽ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 2-3 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി സിലബസ് കവർ ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണ് ഈ കോഴ്സുകൾ അറേഞ്ച് ചെയ്തത്. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോട്ടലി നമ്മുടെ എൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ പറയുന്നത് CAT നോർമലി നടത്തുന്നത് MBA പ്രോഗ്രാം എന്ന ബേസിലാണ് നടത്തുന്നത്. 20 IIMs ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആൻസർ അല്ലെങ്കിൽ ടിക്ക് എനി ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും വരുന്നത്. 3 ബേസ്ഡ് ഓൺ ആവറേജ് മോ എക്സാമും കാര്യങ്ങളുണ്ട്. വെർബൽ ആൻഡ് റീഡിംഗ് എബിലിറ്റി നമ്മളിപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുപോലെ നോർമലി യൂസ് ചെയ്യുന്നത് MBA ഓർ PG DM കോഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു CAT എക്സാം വരുന്നത്. അല്ലാതെ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല. ഗേറ്റ് എക്സാം പോലെ നമ്മൾ ജോബിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യാറില്ല, ജസ്റ്റ് ഹയർ സ്റ്റഡീസിന് വേണ്ടി മാത്രമാണ് വരുന്നത്. നമുക്കറിയാം IIMലൊക്കെ പാക്കേജ് ഏത് ലെവലാണ് വരുന്നത്. IIM കോഴിക്കോടാണ്, IIM ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നാണ്, ബിസിനസ് സ്കൂളുകളൊന്നാണ് IIM ബാംഗ്ലൂരൊക്കെ. അവിടെയൊക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു MBA പ്രൊഫഷണൽ രീതിയിൽ ഇന്ത്യയിൽ വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാലും ഏതൊരു കോഴ്സിൽ MBA കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാത്തത്ര പ്രിവിലേജ് IIM ബാംഗ്ലൂരിലൊക്കെ പഠിച്ചത്. ഇനി IIM ആണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അതിനുള്ള പ്രിവിലേജ് വേറെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക്.
അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ട്സ് എൻട്രി പ്രൊവൈഡിങ് ഒരു ഏകദേശം 20 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള IIM അലൂമിനസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. IIM പഠിച്ചിറങ്ങി 20 വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കണ്ട, കറക്റ്റ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആ എക്സാമിലുള്ള ടോപ്പിക്സുകൾ അവർ കറക്റ്റ് പിക്ക് ചെയ്ത് തരും. കാരണം എക്സാം എഴുതി എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സാം പഠിപ്പിച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ക്ലാസ്സുകൾ തരുന്നത്. ഓക്കെ, അപ്പം അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്? ഡയറക്റ്റ് ക്ലാസ്സസ് ഫ്രം IIM അലുമിനീസ് ആൻഡ് ഫാക്കൽറ്റീസ്, കംപ്ലീറ്റ് സിലബസ് കവറേജ്, അപ്ഡേറ്റഡ് നോട്ട്സ് ആൻഡ് സ്റ്റഡി കാർഡ്സ്. അപ്പം ഇതിനകത്ത് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ സ്റ്റഡി കാർഡ് അല്ലെ സ്റ്റഡി നോട്ട്, ഷോർട്ട് നോട്ടുകളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ഇത് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിവൈസ് ചെയ്യാൻ ഏറ്റവും ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ. നോർമലി നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തം ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്, പക്ഷേ ഇതും നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്ഡേറ്റ് ത്രൂ വാട്സപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനകത്തോട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടാവും. ഡൗട്ട് ക്ലിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ തന്നെ ചോദിച്ചു വരും. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ഡിസ്കഷൻ ഗ്രൂപ്പ് കാറ്റ് എക്സാമിന് വേണ്ടി മാത്രമായിരിക്കും. അതായത് നിങ്ങൾ ഇപ്പം ഒരു ചെറിയ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല ബാക്കിയുള്ളവർ എങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷേ ഒരു വലിയ ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻട്രി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് പേര് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളും ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഡൗട്ട് സോൾവ് ചെയ്ത് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ആളുകൾ കൂടെയാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെയാണ് ഇങ്ങനെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ടുള്ള പഠിക്കുന്ന ഒരു എൻവയോൺമെന്റിൽ കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ബാക്കുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെസ്റ്റ് സീരീസ് ചെയ്യുന്നത് നമ്മളൊരു ഏത് എക്സാം എഴുതാൻ മുമ്പും എക്സാമിനെ കുറിച്ചുള്ള പ്രാക്ടീസ് എത്രത്തോളം പ്രാക്ടീസ് കിട്ടുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പം ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എൻട്രീൻ്റെ കോഴ്സിന് അതൊക്കെ കിട്ടുന്നുണ്ട്. എത്രത്തോളം മാക്സിമം എക്സാമുകൾ എഴുതി നിങ്ങളെ ആ ഒരു എക്സാമുമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ, എക്സാം എങ്ങനെ കോമ്പീറ്റ് ചെയ്യാം, ടൈം ബൗണ്ടറായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ MBA കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടൊക്കെ കൊടുക്കാം. നിങ്ങൾ കോഴ്സ് പോയി നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചു നോക്കുക. കാറ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്ക് വരുന്നതൊക്കെ. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാം ഫീസായിട്ട് പറയുന്നത് ഏകദേശം 1500 രൂപ എങ്ങനെയാണ്. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സാം ഫീസായിട്ട് സോറി ഇതിൽ കാണുന്നില്ല. ഫീസായിട്ട് വരുന്നത് 1150 രൂപയാണ് SC ST PWD കാൻഡിഡേറ്റ്സ് വരുന്നത്. 2300 നോർമൽ കാൻഡിഡേറ്റ്സ് വരുന്നത്. നമുക്കറിയാം ഗേറ്റ് എക്സാമിന് ഏകദേശം 1700 രൂപയാണ് വരുന്നത്. IIMൻ്റെ കാറ്റ് എക്സാമിനും ഇപ്പം 2300 രൂപയാണ് വരുന്നത്. നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ ഫീസ് കണ്ടിട്ടല്ല ഞെട്ടേണ്ടത്, നേരെ മറിച്ച് അത് കഴിഞ്ഞ് കിട്ടുന്ന IIMലൊക്കെ MBA എടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കണ്ടിട്ടാണ് നിങ്ങൾ ഞെട്ടേണ്ടത്. ഓക്കെ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. IIM പ്രൊഡക്റ്റുകൾ ഓരോ ആളുകൾ കിട്ടുന്ന സാലറീസ് എത്രയാണ്. CTC ഒരു മിനിമം 25 lakh എബോവ് ആണ് പെർ ആനുവൽ ഓരോ IIMൻ്റെ അകത്തും CTC ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതായത് കോസ്റ്റ് ടു കമ്പനി ഒരു വർഷത്തേക്കുള്ള സാലറി 25 ലക്ഷം അതിന് മുകളിലോട്ടൊക്കെ സാലറി ഉണ്ട്. ഓക്കെ, അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ സച്ചിൻ, സൈനിങ് ഓഫ്.